السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. فما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. صدق الله العظيم. ഏറെ പ്രിയം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനത്തെ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സൂറത്തുൽ ബഖറ 141 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ഇവിടെയാണ് നമ്മൾ എത്തിയത്. അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാണ്. അവർ ചെയ്തത് അവർക്കുണ്ട്, അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ട്. അവരുടെ കർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. ഇതാണ് അതൊരു അവസാനമാണ്. ഒരു സംഗതി ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഖണ്ഡികയിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. തുറന്നു വച്ച മനസ്സ്, നല്ല ഹൃദയത്തോടു കൂടിയിട്ട് എല്ലാവരും ഇരിക്കുക. നമുക്കിതിൽ നിന്ന് വളരെ പ്രയോജനകരമായ കാര്യങ്ങൾ ലഭിക്കണം. ആദ്യം നമ്മൾ വാക്കർത്ഥം പറഞ്ഞു പോകാം, അതിനുശേഷം വിശദീകരണത്തിലേക്ക് വരാം. അതിനിടയിൽ എപ്പോഴെങ്കിലും നമുക്ക് പാരായണം ചെയ്ത് പരിശീലിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഖാല എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു. യഖൂലു എന്ന് പറഞ്ഞാലോ? പറയുന്നു, അല്ലെങ്കിൽ പറയും. സയഖൂലു, സയഖൂലു പറയും. സ അടുത്ത് വരാൻ പോവുകയാണ്. തൊട്ടടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയസ്ലാ നാറൻ ദാത ലഹബ്, അല്ലേ? സ അവർ പറയും. ആര് പറയും? അസ്സുഫഹാ. സഫീഹ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ്.
പേരിടാൻ അഭിപ്രായം ചോദിക്കുമ്പോൾ ആരും അത് പറഞ്ഞു കൊടുക്കണ്ട. സഫീഹ് നല്ല പേര് തന്നെ എന്ന് പറയുന്നത്. അതിൻ്റെ ജംആണ് സുഫഹാ. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. നമ്മൾ പഠിച്ചതാണത്. സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹിമി മില്ലത്തിന് വെറുക്കുക എന്നാണ്. അവിടെ ഉള്ള ആ വിഡ്ഢികളെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരാതെ വംശീയതയാലും ജാതീയതയാലും ഒക്കെ വേറിട്ട് നിൽക്കുന്ന ആ കൂട്ടരെ സംബന്ധിച്ചാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ ഇവിടെ വരാനിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് മുൻകൂട്ടി പറയാണ്. ഇപ്പം പറയാൻ പോവാണ് കേട്ടാ, ഇപ്പം നിങ്ങൾ കേട്ടോളി, ഇപ്പം പറയൂര് എന്ന നിലക്ക് പറയാണ്. മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള വിഡ്ഢികൾ ഇപ്പം പറയും. മാ വല്ലാഹും, മാ എന്താണ്, വല്ലാഹും അവരെ തിരിച്ചു കളഞ്ഞത്, പിന്തിരിപ്പിച്ചു കളഞ്ഞത്, തെറ്റിച്ചു കളഞ്ഞത് എന്താണ്? അൻ ഖിബ്ലതിഹിം, അവരുടെ ഖിബ്ലയിൽ നിന്ന്, അല്ലതീ കാനു അലൈഹാ, അവർ തിരിഞ്ഞു നിന്നിരുന്ന, അവരായിരുന്ന, അവർ സ്വീകരിച്ചിരുന്ന ഖിബ്ലയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞത് എന്താണ്? ഖുൽ, പറയുക, ലില്ലാഹ്, എല്ലാവരും അറിയുന്നവരൊക്കെ പറയും അർത്ഥം. ലില്ലാ, അറിയാത്തവരും പറഞ്ഞോളൂ. ലില്ലാ, അള്ളാഹുവിന് ആണ്. അല്ലേ? ലീ എന്ന് പറഞ്ഞാൽ ക്ക് അല്ലെങ്കിൽ ന് എന്നാണ്. ലിൽ ബൈറ്റ് പറയൂ, അർത്ഥം പറഞ്ഞോളൂ. വീടിന്. ലിൽ മസ്ജിദ്, പള്ളിന് എന്ന് പറയോ, പള്ളിക്ക്. മലയാളത്തിൽ ചിലപ്പോൾ ന് എന്ന് പറയും, ചിലപ്പോൾ ക്ക് എന്ന് പറയും. അല്ലേ? ഓരോന്നിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ലിൽ മസ്ജിദ് പറയൂ, പള്ളിക്ക്. ലിൽ ബൈറ്റ്, വീടിന്. അപ്പൊ നേന്നും പറയും, ചിലപ്പോ ക്ക് എന്നും പറയും, അർത്ഥം തന്നെ. ലില്ലാഹ്, അല്ലാഹുവിന്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലേ? ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ ലില്ലാ, അള്ളാഹുവിനാണ്. അൽ മശ്രിഖ്, കിഴക്കുള്ളത്. വൽ മഗ്രിബ്, പടിഞ്ഞാറും. സൂര്യൻ അസ്തമിക്കൽ എവിടെയാണ്? പടിഞ്ഞാറ്. അപ്പോൾ ഉള്ള നിസ്കാരത്തിന് നമ്മളെന്താ പറയാ? മഗ്രിബ്. അത് ഓർമ്മിച്ചാൽ മതി, അപ്പം അർത്ഥം കിട്ടും. മഗ്രിബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, മശ്രിഖ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. അൽ മശ്രിഖ്, അൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിനാണ്. യഹ്ദീ, അവൻ വഴി കാണിക്കുന്നു, അവൻ ഹിദായത്ത് നൽകുന്നു. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. ഇലാ, ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? ടു, അല്ലേ? ലേക്ക്. കത്ത് എഴുതുമ്പം പണ്ട് ഫ്രമ്മും ടു എഴുതും നമ്മൾ, അല്ലേ? ഇല, ഇല. ഇലൽ മദ്രസ എന്നർത്ഥം, മദ്രസയിലേക്ക്. ഇലൽ ബൈറ്റ്സ്, വീട്ടിലേക്ക്, അല്ലേ? ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. അങ്ങനെയാണ്. ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. ഇലാ സിറാത്ത്, സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി. മുസ്തഖീം, ആ പദത്തിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. മുസ്തഖീം, നേരായ എന്നാണ്. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. വകദാലിക, വകദാലിക, വാന്ന് പറഞ്ഞാൽ അവിടെ അത്ഫിൻ്റെ വാവാണ്. ആ കഴിഞ്ഞ ആ ആയത്തിനോട് ചേർത്ത് യോജിപ്പിക്കുകയാണ്. അപ്രകാരം. വകദാലിക, ദാലിക എന്നാ അത് ക പോലെ. വകദാലിക, അതുപോലെ അപ്രകാരം. ജഅൽനാകും, ജഅല, എല്ലാവരും പറയും, അറിയുന്നവരെല്ലാവരും പറയും. ജഅല എന്ന് പറഞ്ഞാൽ എന്താണ്?
പോരാ, ശബ്ദം പോരാ. ജഅല പോരാ. അറിയാത്തവരും പറഞ്ഞോളി. ജഅല ആക്കി. യജഅലു അറിയുന്നവരൊക്കെ പറയും. അത് കേട്ടിട്ട് അറിയാത്തവരും പറയും യജ്അലു ആക്കും. ജാഇൽ ജാഇൽ ആന്നുണ്ട്, പിന്നെ ഒന്നും മിണ്ടില്ല. ജാഹിലല്ല, ജാഇൽ. ജഅല യജഅലു എന്ന് പറഞ്ഞിട്ടാണ് ജാഇൽ എന്ന് പറയുന്നത്. ആക്കുന്നവൻ. ജഹല് പറയുമ്പോഴല്ലല്ലോ നമ്മൾ പറയണത്, ജഅല എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ പിന്നെ ജാഹിൽ എന്ന് വിചാരിക്കാൻ പാടില്ല. ജാഇൽ, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. ഖുർആനിൽ വായിച്ചില്ലേ? ജാഇൽ ആക്കുന്നവൻ. യജഅലു ആക്കുന്നു. ജഅൽ എല്ലാരും പറയും ജഅൽ, ഇജഅൽ. നല്ല രസമുണ്ടാവും നിങ്ങളെല്ലാരും പറഞ്ഞാൽ. നിങ്ങളെല്ലാരും ഇതിനെ പിശുക്കുന്നത് ജഅൽ. അത് രണ്ടർത്ഥത്തിൽ പറയും. ഒന്ന് കൽപ്പന എന്നുള്ള അർത്ഥത്തിലും പറയും, ഒന്ന് ദുആ എന്നുള്ള അർത്ഥത്തിലും പറയും. ഇതെങ്ങനെയാ കൽപ്പനയാണോ ദുആ ആണോ എന്ന് മനസ്സിലാവുക? ആരോട് പറയുന്നു എന്നനുസരിച്ചാണ് മനസ്സിലാവുക. അത്രേ ഉള്ളൂ. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അപ്പൊ അവിടെ കൽപ്പനയാണോ ദുആ ആണോ? കൽപ്പനയാണോ? അല്ല, ദുആ ആണ്. ആരോടാണ് പറയണത്? അല്ലാഹുവിനോടല്ലേ. അല്ലാഹുമ്മ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിങ്ങൾ എന്താണ് ഇപ്പത് കഥ? അല്ലാഹുവേ നീ ഞങ്ങളെ ആക്കേണമേ എന്നാണ്. അപ്പൊ ദുആ ആണ്. അതാ ഇയാൾക്ക് ഇങ്ങനാണോ? അതെടുക്കണില്ലല്ലോ. കൽപ്പനല്ല. അമ്രും ദ്വായും വാക്കിൽ കാണുമ്പോൾ ഒരുപോലെയാണ് ഉണ്ടാവുക. പക്ഷേ ഒന്ന് കൽപ്പനയാണ്. അത് കൽപ്പനയാവും എപ്പോഴാണ്? മേലെയുള്ളവൻ താഴെയുള്ളവനോട് പറയുമ്പോൾ കൽപ്പനയാവും. താഴെയുള്ളവൻ മേലെയുള്ളവനോട് പറയുമ്പോൾ എന്താവും? ദുആ ആവും. രണ്ടും ഒരേപോലെ തന്നെ ആണ് പദം. അപ്പൊ ജഅൽനാകും, ജഅൽനാകും, ജഅൽനാ നാം എന്നാണ്. ന എന്ന് പറയുമ്പോൾ അല്ലേ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ അല്ലേ? നാ എന്ന് പറഞ്ഞാല് നാം. ആര് നാം? കുറെ ആളുണ്ടോ? ഇല്ല. അത് അള്ളാഹുവിൻ്റെ രാജഭാഷയാണ്. നാം എഴുന്നള്ളുകയായി അല്ലേ? നാം എഴുന്നള്ളുകയായി. നിങ്ങൾ കുറെ ആളുണ്ടോന്ന് ചോദിക്കൂല. അത് ബഹുമാനത്തിൻ്റെ സംഗതിയാണ്. അപ്പോൾ ജഅൽനാകും നിങ്ങളെ ആക്കി. ജഅല ആക്കി, കും നിങ്ങളെ. ഉമ്മത്തൻ ആരാണ് ആക്കിയത്? ഉമ്മത്താക്കി. ഉമ്മത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉമ്മത്ത് എന്താണ്, ഖൗം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് വരാത്ത ആൾക്കാർക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? വന്ന ആൾക്കാർക്കോ തീരെ ഓർമ്മ ഉണ്ടാവില്ല. തിരക്കേടില്ല. ഉമ്മത്തൻ ഒരു ഉമ്മത്താക്കി. വസത എങ്ങനെയുള്ള ഉമ്മത്താണ് ആക്കിയത്? വസത സന്തുലിതമായ, മധ്യമമായ, മിതമായ എന്നൊക്കെ പറയാം. സന്തുലിതമായ, മിതമായ, മധ്യമമായ എന്നല്ല, മധ്യമമായ സമൂഹമാക്കി, ഉമ്മത്താക്കി. അള്ളാഹു ആക്കിയതാണ്. നമ്മളോടാണ് പറയണത്. നമ്മളങ്ങനെയാണ്. വിശദീകരണത്തിൽ വരുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്ന്. ലി തകൂനു, പിന്നെയും ലീ എന്ന് വന്നു. നേരത്തെ എവിടെ ലീ വന്നത്? വേഗം പറയണോ. ലീ വന്നത് എവിടെയാണ്? നേരത്തെ ലില്ലാഹിയിലാണ് വന്നത്. ഇപ്പോൾ പറയുന്നു ലി തകൂനു. കാന യകൂനു. തകൂനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ. താനായന ആദ്യം വന്നത് അല്ലേ? തകൂനു. അപ്പൊ ലി തകൂനു നിങ്ങളാവാൻ. കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവ് എന്നാണ്. അള്ളാഹു ഒരു വസ്തുവെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയുന്നു. അപ്പോഴോ ഫയകൂൻ, അപ്പോഴതുണ്ടാവും.
അപ്പോൾ ലിതകൂനു നിങ്ങളാവാൻ ശുഹദാ സാക്ഷികൾ. ഷഹീദ് എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ശുഹദാ. അലന്നാസ്, അല എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽ. അലത്വാവില എന്ന് പറഞ്ഞാൽ എന്താണ്? മേശയുടെ മേൽ. അലന്നാസ് ജനങ്ങൾക്ക് മേൽ. വയകൂന, വാ എന്ന് പറഞ്ഞാൽ അത്തുഫിന്റെ വാവാണ്, ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ്. വയകൂന അദ്ദേഹമായി തീരാൻ. ആരെ? അർ റസൂൽ, റസൂല് ആയിത്തീരാൻ. അല എന്ന് പറഞ്ഞാൽ മേൽക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. അലൈക്കും നിങ്ങൾക്കുമേൽ. അലൈക്കും അല എന്ന് പറയുമ്പോൾ തന്നെ ഒരു യാ അവിടെ ഉണ്ട് സൈലന്റ് ആയിട്ട്, അല്ലേ? അല എന്ന് പറയുമ്പോൾ ഒരു യാ അവിടെ അല്ലേ? അതിനോട് പ്ലസ് കും എന്ന് ചേർക്കുമ്പോൾ അലൈക്കും എന്നാവും. അലൈക്കും ഷഹീദ. അപ്പോ നേരത്തെ പറഞ്ഞ ശുഹദാ എന്ന് പറയുന്നതിൻ്റെ ഏകവചനമാണ് ഷഹീദ്. വമാ ജഅൽനാ, വാനനാത്തുഫിന്റെ ഭാവമാണ് കൂട്ടാനുള്ള എന്ന്. മാ എന്ന് പറഞ്ഞാൽ ഇല്ല. ജഅൽനാ ആക്കിയിട്ടും ഇല്ല, നാം ആക്കിയിട്ടില്ല. അൽ ഖിബ്ലത ഖിബ്ലയെ ആക്കിയിട്ടില്ല. അല്ലത്തി എങ്ങനെയുള്ള, കുന്ത അലൈഹാ നിങ്ങളായിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിന്നിരുന്ന, അഥവാ നിങ്ങൾ തിരിഞ്ഞു നിന്നിരുന്ന, നിങ്ങൾ തിരിഞ്ഞു നിന്ന ഖിബ്ലയെ നാം ആക്കിയിട്ടില്ല. ഇല്ലാ ലിനഅലമ, ഇല്ല അല്ലാതെ. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലാന്ന്? എവിടെ കേട്ടത്? ഇല്ല എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ബേജാറാണ്? ലാ ഇലാഹ ഇലാഹില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുന്ത അലൈഹാ, താങ്കൾ തിരിഞ്ഞു നിന്ന ഖിബ്ലയെ നാം ആക്കിയിട്ടില്ല. ഇല്ലാ ലിനഅലമ അറിയാൻ വേണ്ടിയല്ലാതെ. മൻ ആര്? യത്തബിഉ പിന്തുടരുന്നു. അർ റസൂല റസൂലിനെ, അർ റസൂല റസൂലിനെ. മിമ്മൻ യൻഖലിബു പിന്തിരിയുന്നവരിൽ നിന്ന്. അലാ ഖിബൈഹി തൻ്റെ പിൻകാലുകളിൽ. വഇൻ കാനത് അതാണെങ്കിലും ലകബീറതൻ വലിയ പ്രശ്നം. ഇല്ലാ അലല്ലദീന ഇല്ല അല്ലാതെ, അലാ മേൽ, അല്ലദീന ഒരു കൂട്ടർ, ഇല്ല അലല്ലദീന ഒരു കൂട്ടരുടെ കാര്യത്തിലൊഴികെ അത് വലിയ പ്രശ്നമാണ്. ഏത് വലിയ പ്രശ്നമാണെന്ന്? റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്നത് ഒരു കൂട്ടരുടെ കാര്യത്തിലൊഴികെ ബാക്കിയുള്ളവർക്ക് അതൊരു വലിയ വിഷയമാണ്, വലിയ പ്രശ്നമാണ്. ഏത് കൂട്ടരുടെ ഒഴികെ? ഹദല്ലാഹ് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുത്ത കൂട്ടരുടെ കാര്യത്തിലൊഴികെ അതൊരു പ്രശ്നമാണ്. വമാ കാനല്ലാഹു അല്ലാഹു അല്ല, അല്ലാഹു അല്ല ലിയുദീഅ നഷ്ടപ്പെടുത്തി കളയുന്നവൻ ഈമാനക്കും നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയുന്നവനല്ല അല്ലാഹു. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ബിന്നാസ് ജനങ്ങളോട് ലറഊഫുർ റഹീം ഏറെ കൃപയുള്ളവനും കാരുണ്യവാനുമാകുന്നു. അർത്ഥം മനസ്സിലായോ? വാക്കർത്ഥം മനസ്സിലായോ? പോരായികണ്ടെങ്കിൽ ഒന്നും കൂടി വായിച്ചാൽ മതി. എന്നിട്ട് മനസ്സിലായില്ലെങ്കിലോ ഒന്നും കൂടി വായിച്ചാൽ മതി. എന്നിട്ട് മനസ്സിലായില്ലെങ്കിലോ ഒന്നുകൂടി വായിക്കുക. അപ്പോൾ അവസാനം കിതാബിന് തോന്നും വേഗം മനസ്സിലായി കൊടുക്കല നല്ലത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ വായിക്കുക, പിന്നെയും വായിക്കുക, പിന്നെയും വായിക്കുക. രക്തം കണ്ടാൽ തല കറങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ പോയി നിൽക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കുറേ രക്തം കാണും, മുറിഞ്ഞതും ഒടിഞ്ഞതും തൂങ്ങിയതൊക്കെ കാണും. ആദ്യം കാണുമ്പം തല കറങ്ങും. അപ്പോൾ ചുമരിനോട് ചാരി നിന്നും എല്ലാവരും ഇരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നേരാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കൊണ്ടുവരുന്ന കാണും.
അപ്പോൾ നേരത്തെ അത്ര കറങ്ങൂല. ആദ്യം കറങ്ങുമ്പോൾ മൊത്തം മെഡിക്കൽ കോളേജ് കറങ്ങുക, ഞാൻ മുടക്കുക എന്നാണ് തോന്നുക. പിന്നെ അതെന്താവും, കുറച്ച് കുറയും. അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അവസാനം എത്ര വലിയ മുറിവ് കണ്ടാലും പ്രശ്നമില്ലാതാവും. ഇതുപോലെ വായിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെയും വായിക്കുക. പിന്നെയും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെയും വായിക്കുക. പിന്നെയും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെയും വായിക്കുക. ഇതാണ് പരിഹാരം. അല്ലാതെ എനിക്ക് നീന്തൽ അറിയൂല എന്നും വിചാരിച്ച് കരക്ക് നിന്ന ഒരാളും നീന്തൽ പഠിച്ചിട്ടില്ല. അവനെപ്പോഴും കരയിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നീന്തൽ അറിയാത്തവൻ എന്ത് ചെയ്യണം? ആദ്യം വെള്ളത്തിൽ കാൽ ചവിട്ടണം. അപ്പോൾ ബേജാറാവും, വിറയ്ക്കും. നീന്താൻ തുടങ്ങുമ്പോൾ വെള്ളം കുടിക്കും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. ഞാനിത് കുടിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളത്തിൽ വീണാൽ ഏത് വെള്ളവും കുടിക്കും അല്ലേ? അങ്ങനെ ഒരുത്തൻ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഓൻ എന്ത് ചെയ്യൂല? നീന്തൽ പഠിക്കാൻ കഴിയില്ല. ഇത് ഞാൻ ഇത്രയും സമയത്ത് ആവർത്തിച്ച് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ പല ആൾക്കാരും എനിക്കിത് മനസ്സിലാവൂല എന്നും വിചാരിച്ച് വായിക്കാണ്ടിരിക്കും. എനിക്ക് ഓർമ്മയിൽ നിൽക്കണില്ല എന്ന് വിചാരിച്ചിട്ട് വായിക്കാണ്ടിരിക്കും. അങ്ങനെ ഒന്നും നിൽക്കരുത്. അള്ളാഹു താല നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ നിൽക്കണ ആണെങ്കിൽ വായിച്ചോളി എന്നല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങൾ വായിച്ചോളി എന്നാണ് അള്ളാഹിൻ്റെ നാമത്തിൽ. അപ്പോൾ നമ്മളൊന്ന് ഓതി വെക്കുക ആദ്യം മുതൽ. എല്ലാവരും കൂടി ഒന്നിച്ച് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതീ കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽപ്പെട്ട ഒന്ന്, എല്ലാം ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാം. അലൈക്കും ഷഹീദ എന്നുള്ളിടത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ അലൈക്കും ഷഹീദ എന്ന് നിർത്തരുത്. ഷഹീദ എന്ന് നിർത്തി കഴിഞ്ഞാൽ ഷഹീദത്ത് എന്നാവും. അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇവിടെ റസൂല് പെണ്ണായി മനസ്സിലാക്കപ്പെടും. ഷഹീദ എന്ന് നിർത്തുമ്പോൾ നീട്ടി നിർത്തണം. ഫതഹ് തൻവീൻ കണ്ടാൽ നീട്ടി നിർത്തണം. ഷഹീദ ഓതു. അത് മാത്രമായാലും ഓത്താവൂല. വയകൂന റസൂലു അലൈക്കും ഷഹീദ ഓതി. അത്രയുമാണ് ഉള്ളത്. എങ്ങനെ? അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓതുകയും ചെയ്യാം. ഓതലാണ് നല്ലത്. മൂഢന്മാരായ ചില ആളുകൾ ചോദിക്കുന്നു, അവർ തിരിഞ്ഞു നിന്നിരുന്ന ഖിബലയിൽ നിന്ന് അവരെ തെറ്റിച്ചതെന്താണ്? പറയുക, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതു തന്നെ. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. അപ്പോൾ ശുദ്ധമായ തൗഹീദ് പറയാൻ പോവാണ്.
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരു നിർബന്ധമുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസും അതിനനുസരിച്ചാണ് പറയുക. ആ നിർബന്ധത്തിനനുസരിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് വഴിപ്പെടുന്നവൻ, അവന് കീഴ്പ്പെടുന്നവൻ, അവന് ഇബാദത്ത് ചെയ്യുന്നവൻ, അവനെ മറ്റൊന്നും പ്രചോദിപ്പിക്കരുത്. അവൻ്റെ പ്രചോദനം 100% അള്ളാഹു ആയിരിക്കണം. പടച്ച തമ്പുരാൻ്റെ റിളയായിരിക്കണം അവൻ്റെ പ്രചോദനം. അല്ലാത്ത എന്തെങ്കിലും പ്രചോദനമാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം, കഴുകിക്കളയണം. അതിനാണ് ലാ ഇലാഹ എന്ന് പറയുന്നത്. അതിനാവശ്യമായ പരീക്ഷണങ്ങളിൽ അള്ളാഹു അവനെ പെടുത്തും. അവൻ്റെ നീയത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ? നമ്മളെ നീയത്തിലും ചിലപ്പോൾ വന്നുപെടും, ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്, നല്ല അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും. ആൾക്കാർ നമ്മളെ പറ്റി മോശം പറയും, മോശം പറയും. അപ്പം നമ്മൾ തകർന്ന് തരിപ്പണായി പോകും. കാരണം നമ്മളെ നീയത്ത് എന്തേനു, നല്ല പറയാനായിരുന്നു എന്നുള്ളത് കൊണ്ടേ മോശം പറയുന്നതോടുകൂടി നമ്മളെന്തായി പോവും. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റിളയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പറയണവന് അതുകൊണ്ട് എന്തുണ്ടാവില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. കാരണം അള്ളാഹു എന്നെ കൈവിടാതിരുന്നാൽ മതി എന്നതാണ്. അവിടെ ഉണ്ടാവും. അപ്പം അത് പരീക്ഷിക്കപ്പെടും നമ്മളെടുത്ത്. നമ്മൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ, നമ്മളെ സമ്പാദ്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു കളങ്കോ ഒരു സംഗതി നമ്മളറിയാതെ വന്നു കൂടിയാലേ അത് അള്ളാഹു തന്നെ അങ്ങ് നീക്കിത്തരും. അതങ്ങ് നീക്കിത്തരും. പക്ഷെ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നെഞ്ഞത്തടിക്കാൻ തുടങ്ങിയാൽ അതിനോട് പിന്നെ കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ്, അത് നമുക്കൊന്ന് അങ്ങോട്ട് ഒഴിവായി പോകേണ്ട സാധനം എന്തായാലും എന്ന് മനസ്സിലാക്കിയാൽ മതി. അൽഹംദുലില്ലാ, പടച്ചോനെ ചെയ്ത് കബൂലാക്കണേ എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് അതിൻ്റെ പിന്നാലൊന്നും കൂടാൻ പോകണ്ട. ഓക്കെ. അപ്പം ഇവിടെ എന്താ സംഭവം? നിങ്ങളെല്ലാവരും വരൂ മക്കയിലേക്ക്. മക്കയിൽ പിന്നെ കഅബ എന്ന് പറയുന്നത് മക്കയിലുള്ള ഖുറൈശികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മക്ക നിവാസികളെ സംബന്ധിച്ച് പൊതുവിലും വലിയ അഭിമാന സ്തംഭമായിരുന്നു, അല്ലേ? അവർ കഅബൻ്റെ ആൾക്കാരാണ്, ബൈത്തുള്ളാൻ്റെ ആൾക്കാരാണ്, ഞങ്ങളതിൻ്റെ ആൾക്കാരാണ്, നടത്തിപ്പുകാരാണ് എന്ന് പറയുന്നത് അവർക്ക് വലിയ അഭിമാനം നൽകുന്ന കാര്യമായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും, അല്ലേ? ഞങ്ങൾ ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഒരു കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രമാണെങ്കിൽ ആ കുടുംബക്കാർക്ക് എന്തുണ്ടാവും, ഒരു സംഭവമായിരിക്കും അത്. അങ്ങനെ ഒരു സംഗതി കഅബയുടെ ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ഒരു അഭിമാനമാണ്. അവരെവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെങ്കിലൊക്കെ അവരാരും ആക്രമിക്കാൻ നിൽക്കൂല. കാരണം എന്താണ്, ഇവർ കഅബൻ്റെ ആൾക്കാരാണ് എന്ന നിലക്ക് അവർക്ക് നിർഭയത്വം ഉണ്ടായിരുന്നു. സൂറ ഖുറൈശിൽ അത് പറയുന്നുണ്ട്, അല്ലേ? ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അവർക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം കിട്ടാനത് കാരണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാവും, ഒരു വല്ലാത്ത ഒരു സുഖം, ഒരു അഭിമാനം. നമ്മൾ പണ്ടേ നമ്മളതാന്ന് പറയണേ അതിൻ്റെ നേരാണല്ലോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. പറയപ്പെടുന്നു, രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, ആ മക്കത്തുണ്ടായിരിക്കുമ്പോൾ കഅബയുടെ നേരെ ആയിരുന്നു തിരിഞ്ഞു നിന്നത് എന്നും കഅബയുടെയും ബൈത്തുൽ മഖ്ദിസിൻ്റെയും നേരെയായിരുന്നു തിരിഞ്ഞു നിന്നത് എന്നും അഭിപ്രായമുണ്ട്. അതങ്ങനെ രണ്ടിൻ്റെയും കൂടി നേരെ തിരിഞ്ഞിക്കുക? മക്കത്തുനിന്ന് രണ്ടിൻ്റെയും കൂടി നേരെ തിരിഞ്ഞിക്കാൻ പറ്റൂ. എങ്ങനെ? ഇതാണ് കഅബെങ്കിൽ അതാണ് ബൈത്തുൽ മഖ്ദിസ് എങ്കിൽ ഇവിടെ നിന്നാൽ രണ്ടിനും നേരായില്ലേ? രണ്ടിനും നേരായില്ലേ? ഒരാൾ ഇവിടെ നിൽക്കുകയാണെങ്കിലല്ലേ ഇപ്പുറത്ത് കഅബ അപ്പുറത്ത് ബൈത്തുൽ മഖ്ദിസും വരിക. ഇപ്പുറത്താക്കണമെങ്കിലോ രണ്ടിനെയും കൂടി ഒരേപോലെ ഖിബിലാക്കാൻ കഴിയും. അങ്ങനെയും ഒരു ഖൗലുണ്ട്. അപ്പോൾ എന്തായാലും കഅബക്ക് നേരെയാണ് തിരിഞ്ഞു നിന്നത്. അവിടെ നിന്ന് മദീനയിലെത്തിയപ്പോൾ ഇത് രണ്ടിനും കൂടി നേരെ നിൽക്കാൻ എന്തായാലും കഴിയില്ല. ഏതോ ഒന്നിന് നേരെ നിൽക്കണം. ആദ്യം തന്നെ നിസ്കാരത്തിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് തിരിഞ്ഞു നിന്നു? ബൈത്തുൽ മഖ്ദിസിന് നേരെ തിരിഞ്ഞു നിന്നു. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ അറബികൾക്ക് എന്താ സംഭവിക്കുക? അറബികൾ വലിയ സംഭവമായിട്ട്, വലിയ അഭിമാനമായിട്ട് ആളുകളുടെ മുമ്പിൽ എടുത്തു പറഞ്ഞിരുന്ന ആ കഅബയുടെ നേരെയാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താവും? അതങ്ങോട്ട് പോയി. അതിനെക്കുറിച്ച് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് ആ ഭാഗം. അതേ സമയത്ത് ജൂതന്മാരെന്ത് പറയാൻ തുടങ്ങി? ഇത് നമ്മളെ ഖിബിലക്ക് തന്നെയാണ് മൂപ്പരും. ഇപ്പം നിക്കാര്യത്തിൽ മാത്രമാണെങ്കിൽ നാളെ നമ്മൾ പറയുന്ന എല്ലാം ഇതേപോലെ എന്ത് ചെയ്തോളൂ, കേട്ടോളൂ. അങ്ങനെ ഉണ്ടല്ലോ. ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തെത്തി, ഇനി ബാക്കിയുള്ളത് നാളെ എന്ത് ചെയ്യും, ബാക്കി കൂടി നമ്മൾ പറഞ്ഞു കൊടുത്തെത്തൂന്ന് അവർ പറയാൻ തുടങ്ങി. അങ്ങനെ 17 മാസം 18 മാസമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവരതിൽ ഹുങ്ക് നടിച്ചു, ഊറ്റം കൊണ്ടു, ഭയങ്കര സംഭവമായി. അപ്പോഴാണ് ഖിബല എന്ത് ചെയ്യുന്നത്? കഅബന്റെ നേരെ തിരിയുന്നത്. അതോടുകൂടി ഇവർക്ക് കാലളകി. അതെങ്ങനെ, എന്താ അത്, ഇന്നലെ വരെ നിങ്ങൾ തിരിഞ്ഞു നോട്ടും ഇപ്പം എന്താ മാറിയത് എന്ന് ചോദിക്കാൻ തുടങ്ങി. അതിന് നിങ്ങൾ അവിടുന്ന് മാറ്റിയത് എന്താ നിങ്ങളെ പ്രശ്നം? അപ്പം നിങ്ങൾക്ക് ഒരു ശരിക്കുള്ളൊരു നിലപാടൊന്നുമില്ലേ? കുറേ അങ്ങോട്ട് കുറേ അങ്ങോട്ട്, ഇനിയിപ്പോൾ നാളെ എങ്ങോട്ടാന്ന് ആർക്കറിയാം എന്ന കോലത്തിലായി അവരുടെ സംസാരം. പക്ഷേ ഇസ്രായേൽ സമൂഹത്തിൻ്റെ വംശീയതയും അവരുടേതായ മേൽക്കോയ്മ മനോഭാവവും അതോടുകൂടിയിട്ട് ചെത്തിക്കളയാണ്. അങ്ങനെ വേണ്ട. നേരത്തെ അറബികളെടുത്തുന്നത് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്, അവരെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്? ഇസ്രായേൽ സമൂഹത്തിൻ്റെ മേൽക്കോയ്മ മനോഭാവം വേണ്ട. ഇതൊരു ഖിബല മാറ്റം മാത്രമല്ല, നിസ്കാരത്തിൻ്റെ ഒരു ദിശ മാത്രം മാറുകയല്ല, ഇനി ലോക നേതൃത്വം നിങ്ങളിലേക്ക് തരികയാണ്. ഇതുവരെ ഇസ്രായേൽ സമൂഹത്തിനാണ് ആ പദവി കൊടുത്തത്, ധാരാളം പ്രവാചകന്മാരെ കൊടുത്തു, അവരുന്നതരാണെന്ന് പറഞ്ഞു. ഇനി അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ശ്രേഷ്ഠമായ ഉമ്മത്ത്. അങ്ങനെയുള്ള ഒരു മാറ്റം ഇവിടെ നടക്കുകയാണ്. ആ മാറ്റം നടക്കുമ്പോഴും എന്ത് സംഭവിക്കുകയാണ്? കുറേ ആളുകൾ അതിനെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും അതിനെതിരായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അള്ളാഹു പറയാണ്, കിഴക്കോട്ടാണോ തിരിയണത്, പടിഞ്ഞാറോട്ടാണോ തിരിയുന്നത്, വടക്കോട്ടാണോ തെക്കോട്ടാണോ, ഇതല്ല പ്രശ്നം കേട്ടോ. അള്ളാഹ് പറഞ്ഞോടത്തേക്ക് തിരിയാ എന്നതാണ് വേണ്ടത്. ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. എന്താണ്? കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹ്ക്ക് തന്നെയാണ് കുട്ടിയെ. അത് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു കൂട്ടരുതാണ് മറ്റേതൊരു കൂട്ടര. അങ്ങനെ അള്ളാഹു താലക്ക് ഏതെങ്കിലും ഒരു ദിശയോട് പ്രത്യേകിച്ചൊന്നുമില്ല. അള്ളാഹു താലക്ക് ഏതെങ്കിലും ഒരു സ്ഥലം, ഏതെങ്കിലും ഒരു, അങ്ങനല്ല. അതെല്ലാം അള്ളാൻ്റെ തന്നെയാണ്. നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാലും അള്ളാൻ്റെ ആണ്, തെക്കോട്ട് തിരിഞ്ഞാലും അള്ളാൻ്റെ ആണ്. അപ്പോൾ നമ്മളും ചിലപ്പം വിചാരിക്കും നമ്മളൊക്കെ പടിഞ്ഞാറോട്ടാണ് തിരിയണേ. നമ്മൾ പടിഞ്ഞാറോട്ടല്ല തിരിയുന്നത്, നമ്മൾ ഖിബലയുടെ അടുത്തേക്കാണ് തിരിയണേ. നമ്മൾ മക്കത്തെത്തിയിട്ട് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് എത്തിഞ്ഞായിരിക്കുക കഅബൻ്റെ, അപ്പോൾ നമ്മളിങ്ങോട്ട് തിരിയും. നമ്മൾ കഅബൻ്റെ കിഴക്ക് ഭാഗത്താണ് നിൽക്കുമ്പോൾ പടിഞ്ഞാറോട്ട് തിരിയും, തെക്ക് ഭാഗത്താണെങ്കിൽ വടക്കോട്ട് തിരിയും, വടക്കാണെങ്കിൽ തെക്കോട്ട് തിരിയും അല്ലേ. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കിഴക്കോട്ട് തിരിയും. ഉംറക്കൊക്കെ പോയാൽ നാനാ ഭാഗത്തേക്കും തിരിഞ്ഞ് നിസ്കരിക്കാൻ പറയലുണ്ട് ഞാൻ ആൾക്കാർ. നമ്മളൊരു ഭക്തനും ഇവിടെ ഒരു ഭക്തനാണ്. അപ്പോൾ ലോകത്ത് വേറെ എവിടുന്നോ കഴിയില്ല. നമുക്കിപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് നിസ്കരിക്കാനല്ലേ പറ്റൂ. അപ്പോൾ അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഭാഗം. അപ്പോൾ ദിശയല്ല പ്രധാനം, മനസ്സിലായോ? അള്ളാൻ്റെ കൽപ്പനയാണ് പ്രധാനം. അള്ളാഹു താല അവനുദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് വഴി നടത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, എനിക്കാണോ ഉന്മേഷക്കുറവ്, നിങ്ങൾക്കാണോ ഉന്മേഷക്കുറവ്? നിങ്ങൾ ഇരുത്തത്തിനൊന്നും ഒരു കൊയങ്ങമാതിരി എൻ്റെ പറ്റി. ഇന്നലെ നേരം വിളിക്കണേ തജു തന്നെയായിരുന്നു. അങ്ങനെയാണ് അള്ളാഹു അത് സ്വീകരിക്കട്ടെ. എന്തോ ഒരു ഉഷാറ് കുറവ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കുണ്ടോ? പിന്നെന്താ നിങ്ങൾക്ക്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒന്നുകൂടി.
വകദാലിക അപ്രകാരം എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് തന്നെ അതിനോട് ചേർത്തി ആ പറഞ്ഞത് പ്രകാരം ജഅൽനാകും നിങ്ങളെ ആക്കുകയാണ് ഉമ്മതം വസത്താ നിങ്ങളെ മധ്യമമായ ഒരു സമുദായമാക്കുകയാണ്. ഈ വസത്വൻ എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോവാണ്. അതെല്ലാവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം. അതിലൊന്നിങ്ങനെയാണ്, മധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? നടു. അപ്പം നമ്മുടെ ഒരു സ്റ്റൈൽ, ഈ സമുദായത്തിൻ്റെ ഒരു സ്റ്റൈല് തീവ്രതയല്ല, ജീർണതയുമല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ, ഒരു കള്ള കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണവരല്ല നമ്മൾ. ആരോ എന്തോ ചെയ്തോട്ടെ, നമുക്കിപ്പോൾ എന്താന്നുള്ളതല്ല നമ്മുടെ സ്റ്റൈല്. എന്നാൽ ഇടവാള് കൊടുവെട്ട് എന്ന് പറയുന്നതും അല്ല നമ്മളുടെ സ്റ്റൈല്. ഇത് രണ്ട് സ്റ്റൈലും ലോകത്തുണ്ട്. ഒന്ന് അങ്ങേയറ്റം ജീർണതയായിട്ട് ഒന്നിനും പറ്റാത്തതായിട്ട് ഒരു ജാതി ഒരു കോലം എന്നത്. മറ്റേതോ വരുംവരായികളൊന്നും പരിഗണിക്കാതെ, കാലഘട്ടമോ ദേശമോ ഒന്നും പരിഗണിക്കാണ്ട് അങ്ങോട്ട് അടിച്ച് കയറുക. ഈ രണ്ടെണ്ണമുണ്ട്, ജീർണതയുണ്ട്, തീവ്രതയുണ്ട്. നമ്മുടെ സ്റ്റൈൽ ഏതാണ്? മധ്യമമായ സ്റ്റൈലാണ്. അതേപോലെ ഒരു ഭാഗത്ത് പിശുക്കുണ്ട്, ഒരു ഭാഗത്ത് ധൂർത്തുണ്ട്. ചില ആൾക്കാർ കാണാം അങ്ങേറ്റം ധൂർത്തടിക്കും, ചില ആൾക്കാർ ഒന്നും ചിലവാക്കാണ്ട് പിടിച്ചു വെക്കും. ഈ രണ്ട് സ്റ്റൈലും അല്ല നമ്മളുടേത്. നമ്മുടെ സ്റ്റൈല് പിശുക്ക് നമുക്കില്ല, എന്ന് വെച്ച് ധൂർത്തും ഇല്ല, മധ്യമമായ സമീപനമായിരിക്കും. ഇനി വേറെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ചില മതങ്ങൾ തന്നെ കേവല ആത്മീയത മാത്രമായിരിക്കും, ദുനിയാവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഒരു ആത്മീയ ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയും കേട്ടോ. സന്യാസിനോട് ചോദിച്ച്, അല്ല ഭക്ഷണം കഴിക്കണ്ടേ, കഴിച്ചിട്ടെന്ത്, കഴിക്കഴിഞ്ഞിട്ടെന്ത്, അങ്ങനെ ഉണ്ടല്ലോ ഒരു രീതി. അങ്ങനെ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, അതിൻ്റെ യാതൊരു ആസ്വാദനങ്ങളോ അതിൻ്റെ യാതൊരു സംഗതിയും ഇല്ലാതെ ഒരു ജാതി ഒരു ആത്മീയത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ. അതിന് നേരെ മറുവശം എന്താണ്? ഒരാത്മീയതയില്ലാതെ കേവലമായ ഭൗതികതയിൽ തന്നെ ആവുക. എന്ത് വിജയമുണ്ടെങ്കിലും ഭൗതികമായ വിജയത്തിനാണ് അവർ വിജയം എന്ന് പറയാം. പരാജയങ്ങൾ ഭൗതികമായ പരാജയത്തിനാണ് അവർ പരാജയം എന്ന് പറയാം. എല്ലാം ഭൗതികമായ ന്യായങ്ങളും യുക്തിക്കും അനുസരിച്ചാണ് അവർ ചെയ്യുക. അപ്പം അതുകൊണ്ട് അവർ ഹദീസ് കിട്ടിയാൽ പോലും അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സ്വീകരിക്കുക. അപ്പം എല്ലാം ഭൗതികമായ വീക്ഷണത്തിലൂടെ കാണുന്ന ഒരു കൂട്ടർ ഭൗതികമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അതിൻ്റെ ഒരു നന്മയെക്കുറിച്ച് ആലോചിക്കുകയൊന്നും ചെയ്യാതെ അതൊന്നുമില്ലാത്ത കേവലമായ ആത്മീയതയിൽ പെടുന്ന ആൾക്കാർ. അപ്പോൾ മുസ്ലിം ഉമ്മത്ത് ഇത് രണ്ടുമല്ല. ഉമ്മത്തൻ വസത. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആത്മീയമായ സൗകര്യങ്ങളും സുഖങ്ങളും നേട്ടങ്ങളും മെച്ചങ്ങളും വിജയങ്ങളും, ഭൗതികമായ നേട്ടങ്ങളും സുഖങ്ങളും മെച്ചവും വിജയവും രണ്ടും കൂടി വന്നാൽ ഒന്ന് ഒരു പണത്തൂക്കം മുന്നിലായിരിക്കും. അതുകൊണ്ടാണ് ദുനിയാവിലെ ഹസനത്തും ചോദിച്ചു, പരലോകത്തെ ഹസനത്തും ചോദിച്ചു, പിന്നെയോ വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്നുള്ള മോചനവും ചോദിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ പോലും ഒരു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദുനിയാവും പരലോകവും ചോദിക്കുക, ഒരു പണത്തൂക്കം മുന്നിൽ പരലോകത്തെ കാണുക. അപ്പം ഈ അർത്ഥത്തിലൊക്കെ നമ്മളൊരു ഉമ്മത്തൻ വസത്വ, മധ്യമമായ സമൂഹമാണ്. അപ്പം നമ്മൾ ഒരിക്കലും തന്നെ ഈ സന്തുലിതത്വം തകരാറിലായി പോകാൻ പാടില്ല. മനസ്സിലാവും നിങ്ങൾക്ക്? അപ്പോൾ ഒരു പെണ്ണിനെ കണ്ടല്ലോ, അവളിങ്ങനെ മര്യാദയ്ക്ക് ഒരു കോലത്തിലൊന്നല്ല, മുടിയും ചെയ്യില്ല, ഒരു നല്ല കുപ്പായം തുണിയൊന്നും ഇട്ടില്ല, അങ്ങനെ നടക്കണ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ പെണ്ണ ഇതിങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ നല്ലോണം നടന്നിട്ട് ഇപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ അവളുടെ ഭർത്താവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മൂപ്പർക്ക് നോമ്പാ. അപ്പോൾ പകലും പോയോ നോമ്പ്, രാത്രി പോയോ നിൽക്കാറ്. പിന്നെ ഓൾ തന്നെ അങ്ങനെ നടക്കേണ്ടി. അപ്പോൾ ആരോട് പറഞ്ഞ് പോയിട്ട്
പെണ്ണുങ്ങളടുത്ത് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് നോമ്പ് മുറിച്ചാൽ പറഞ്ഞു. അങ്ങനെ നോമ്പ് മുറിച്ചിട്ട് ഭാര്യൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രമുണ്ട്. അപ്പം അങ്ങനെയാണ് കൊല്ലം മുഴുവനും നോമ്പ്, എല്ലാ പകലും നോമ്പ്, എല്ലാ രാത്രി നിസ്കാരം. നമ്മൾ നാട്ടിൽ അറിയപ്പെട്ട മതം അനുസരിച്ചിട്ട് ഒരു നല്ല മുത്തക്കി അങ്ങനല്ല, ഓൻ അങ്ങനല്ല, മുത്തക്കിയല്ല. കാരണം ഇത് ഉമ്മത്തൻ വസത്ത. നമ്മുടെ ശരീരത്തോട് ഒരു ഹക്കുണ്ട് അല്ലേ? ആയിഷ ബീവി ഇങ്ങനെ ഈ നമ്മളെ പണ്ടൊക്കെ വീടുകളിൽ ഇങ്ങനെ പിടിക്കാൻ തൂക്കിയിടുന്ന കയറുണ്ടായിന്. ചിലർ ചിരട്ടയും വെക്കും അതിൻ്റെ വക്കത്ത്, പഴയ ചട്ടകൂടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രി ഇങ്ങനെ അതും പിടിച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു പോയി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. മനസ്സിലായല്ലേ? പോയി കിടന്നുറങ്ങും. ഉറക്കം വരുമ്പോൾ അതിനെങ്ങനെ ഉറക്കത്തിനൊക്കെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും സുബഹിക്ക് കിടന്നുറങ്ങിയാലല്ല ഈ പറയുള്ളൂ. അത് തന്നെ പറഞ്ഞത് നമ്മൾ ഉമ്മത്തൻ വസത്താണ്. ഒരുത്തൻ വെറൂ ഉറക്ക്, ഒരുത്തൻ ഉറങ്ങി തന്നെ ചെയ്യാണ്ട് നിസ്കരിക്കുക. ഇത് രണ്ടും വേണ്ട. നിസ്കരിക്കുകയും വേണം, ഉറങ്ങുകയും വേണം. നോമ്പും നോൽക്കണം, പെരുന്നാളും കഴിക്കണം. നോമ്പ് മാത്രമല്ല ഉള്ളത്, പെരുന്നാളും ഉണ്ട്. റമദാനിൽ പകല് ഭക്ഷണം കഴിക്കൽ ഹറാമാണ്, പെരുന്നാളിൻ്റെ അന്ന് പകല് ഭക്ഷണം കഴിക്കാണ്ടിരിക്കൽ ഹറാമാണ്. ഭക്ഷണം കഴിക്കുകയും വേണം, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ മധ്യമമായ ഒരു വിഭാഗം. അപ്പോൾ നമ്മുടെ ശരീരത്തോടുള്ള ഹക്ക് നമ്മൾ പാലിക്കണം, ഇണകളോടുള്ള ഹക്ക് പാലിക്കണം, മക്കളോടുള്ള ഹക്ക് പാലിക്കണം. എല്ലാവരോടും നമുക്ക് ഹക്കുണ്ട്. ഈ പ്രപഞ്ചത്തോടൊരു ഹക്കുണ്ട്, ഈ പ്രകൃതിയോടൊരു ഹക്കുണ്ട്. അതൊക്കെ പാലിക്കുന്ന മധ്യമമായ ഒരു വസത്തൻ എന്നതാണ് നമ്മുടെ സമൂഹം. ഉമ്മത്തൻ വസത്ത. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറൊരർത്ഥം കൂടി ഇതിനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാഗത്തും ജനങ്ങൾ വേറൊരു ഭാഗത്തും, അതിൻ്റെ നടുവിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത്, ജനങ്ങൾ വേറൊരു ഭാഗത്ത്, അതിൻ്റെ നടുവിലാണ് നമ്മളുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മധ്യസ്ഥനാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയത് എന്ത് ചെയ്തോളുക? ജനങ്ങൾക്ക് കൊടുക്കുക. ജനങ്ങൾ ചോദിക്കണ ചോദ്യം എന്ത് ചെയ്തോളുക? റസൂലിനോട് ചോദിക്കുക. റസൂലിനോട് ചോദിക്കുക ഹദീസ്, ഖുർആനൊക്കെ തന്നെ ഖുർആനോടും ഹദീസിനോടും ചോദിക്കാം. അപ്പോൾ ജനങ്ങൾ ചോദ്യങ്ങളൊക്കെ റസൂലിനോട് ചോദിച്ചിട്ട് റസൂലിനെയും തരുന്ന ഉത്തരങ്ങളായി കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ മധ്യമ സമൂഹം. അങ്ങനെയും പറയാം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. അതിനോട് ബന്ധമുള്ള, കുറച്ചുകൂടി അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത്. വയകൂന റസൂലു അലൈക്കും ഷഹീദാ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷികളാകണം. വയകൂന റസൂലു അലൈക്കും ഷഹീദാ. റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷിയാവും. അപ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ സാക്ഷികളാവുക. റസൂല് നിങ്ങളുടെ മുമ്പാകെ സാക്ഷിയാവും. റസൂലുള്ള സാക്ഷിയായിട്ടുണ്ട്, അതുറപ്പാണ്. ആയില്ലേന്ന് റസൂൽ ചോദിച്ചു. ഹൽ ബല്ലഗ്, ഞാൻ എത്തിച്ചെന്നില്ലേ നിങ്ങൾക്ക്? ഖാലൂ ബലാ ഷഹീദന. അവർ പറഞ്ഞു അതെ, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയാണ് എന്നത് ജനങ്ങൾ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ റസൂലുള്ള അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ എന്ത് ചെയ്യണം? സാക്ഷികളാകണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മളിപ്പോൾ ജീവിക്കണമാതിരി ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയല്ല ചിലപ്പോൾ ആണ്ടി വരിക. നമ്മൾ പരിശോധിക്കണം ഓരോരുത്തരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സമീപനം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ദീനായിട്ട് ഇങ്ങനെ അങ്ങനെയാണല്ലോ. ഞാൻ നിസ്കാരം നോക്കുമ്പോൾ ഞാൻ ആരോടും കൊണത്തിനുമില്ല ദോഷത്തിനുമില്ല, ഞാൻ ആരോടും ഒന്നിനുമില്ല, ഞാനിങ്ങനെ അങ്ങനല്ല. കാരണം നിങ്ങളെ ഏൽപ്പിച്ചൊരു പണി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ സാക്ഷ്യം നിർവഹിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാഖ് പോയെന്ന് പിന്നെ നുബുവത്തൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ മെല്ലെ അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി, ദിക്റുവായൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി, അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്ത് വേറൊരാൾക്കും വിളിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും അതാരും പണ്ടേ അങ്ങനെ ബാധിച്ചിട്ടില്ല. അങ്ങനെ നിന്ന് ഇനി കഴിഞ്ഞാൽ ഖദീജ ബീനോട് പിന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ഖദീജ ഇനി അള്ളാഹ് വിശ്വസിച്ചിട്ടോ നമുക്ക് ഉണ്ടാക്കും ഇങ്ങനെ. അപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിലൊക്കെ അതൊക്കെ ആർക്കെങ്കിലും ദാനൊക്കെ ഖദീജ ബീനൊരു കണ്ടമാനം സ്വത്തുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കുറേശ്ശെ ദാനം കൊടുത്ത് നബി അത് കച്ചവടത്തിൽ പങ്കെടുത്തപ്പോൾ കൂടുതലാവുക ചെയ്തു. അപ്പോൾ നബീൻ്റെ വിഹിതവും അതിൽപ്പെട്ടു. അപ്പോൾ അതും ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത്, എന്നിട്ട് മക്ക അവിടെ തന്നെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഉംറയൊക്കെ ചെയ്ത് ആ കൊല്ലത്തിൽ ഹജ്ജൊക്കെ ചെയ്ത് ദിക്റുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിച്ചാൽ ഒരാൾ നബീനെ കല്ലെടുത്തെറിയൂല, ഒരാൾ നബിനെ കുറ്റം പറയില്ല, ഒരാൾ നബിനെ ശപിക്കൂല. എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരിക്കും. നല്ല മുത്തു മുഹമ്മദ് തന്നെ ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമ്മൾ പല ആൾക്കാരും നല്ല ആളായ പോലെ, നമ്മളിപ്പോൾ പല ആൾക്കാരും നല്ല ആളായത് എന്തുകൊണ്ടാണ്? ഓളൊരു കൊണത്തിനും ഇല്ല, ദോഷത്തിനും ഇല്ല. അല്ലോ നല്ലൊരു സംഗതിയാണ് കേട്ടോ. ഓൻ വളരെ ഉഷാറാണ്. വാങ്ങ് കൊടുക്കണതിന് മുന്നേ തന്നെ പോയിട്ട് നിസ്കരിച്ചിങ്ങ് പോരും എന്ന് പറയും. വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കരിച്ച് പണിയൊക്കെ കഴിക്കുകയാണ്, കാത്ത് നിൽക്കുകയാണ്. എന്തിനാണ്? ഇഷാ അങ്ങ് കൊടുത്തിട്ടിയാൽ എന്ത് ചെയ്യുക? നിസ്കരിക്കാൻ അടിച്ചിട്ട് വേറെ ഒരു പണിക്കും പോകാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ ആൾക്കാർ നല്ലപോലായിട്ട് നമ്മളെ, നിങ്ങളാരെയും മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ, വെറുതെ പഠിക്കാതെ നിൽക്കേണ്ട മനസ്സ്. അതല്ല, നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ സാക്ഷികളാവണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ദഅവ എന്നത് ഇസ്ലാം പറഞ്ഞിട്ടുള്ള, ഖുർആനിൽ പറഞ്ഞൊരു സംഗതിയാണ്, വദഉ ഇലൽ ഖൈർ എന്നൊക്കെ. പക്ഷേ ഇവിടെ ദഅവത്ത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഷഹാദത്ത് എന്നാണ്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് സ്വന്തം ജീവിതവുമായിട്ടൊരു ബന്ധവും ഇല്ലാണ്ട് തന്നെ പ്രബോധനം നടത്താൻ പറ്റും. ആരോടും പറയേണ്ട, ആരും കേൾക്കേണ്ട, സ്വകാര്യത്ത് പറയാം. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യണമാതിരി ഇസ്ലാം നല്ലതാണ്, ഉഷാറാണ്, ശാന്തിയാണ്, സമാധാനമാണ്, നിർഭയത്വമാണ്, എന്ത് നല്ലൊരു മതമാണ് എന്നൊക്കെ നാട്ടുകാരോട് ഇങ്ങനെ പറയാം. ഇവൻ്റെ ശാന്തി സമാധാനം ഓളെ പോയാലല്ലേ തിരിയാ, പോലെ പോയാൽ തിരിയൂ. എന്താ ശാന്തി ഓക്ക് കിട്ടണേ? എന്താ സമാധാനം? എന്താ നിർഭയത്വം? ചിലത് തിരിച്ചുണ്ട്. അങ്ങനെ തിരിച്ചുള്ളൊരു പോരെന്നുള്ള ഒരുത്തനാ പറഞ്ഞത് എന്താണ്, ഞാൻ വരച്ച വരയിൽ ഓള് നിൽക്കുന്നു. മറ്റൊരു ഭയങ്കര അത്ഭുതമായി. അതെങ്ങനെ അതിൻ്റെ രഹസ്യമൊന്നും എടാ വരയ്ക്കേണ്ടതെന്ന് ഓള് പറയുന്നു. പിന്നെ പോക്ക് വരച്ച വരയിൽ നിൽക്കാറ്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. എന്നിട്ട് ഓല് പുറത്ത് വന്നിട്ട് ശാന്തി, സമാധാനം, ഉഷാറ്, ദീന് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ അങ്ങനെ വേണം ഒരാൾക്ക് പറയാൻ പറ്റും. നിങ്ങളെ പറ്റിയല്ല കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ വാക്കുകൊണ്ട് ഒരു പ്രബോധനം, ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം, ഒരു സംസാരമൊക്കെ നടത്താൻ പറ്റും ഒരാൾക്ക്. ഇതല്ല, ഇത് ഷാഹിദാവുക എന്നതാണ്, ഷഹാദത്താണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ടാണ് എന്താകുന്നത്, ഇസ്ലാമിനെ പ്രകടിപ്പിക്കുന്നത് ജീവിതം കൊണ്ടാണ്. അപ്പം ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പുള്ള ഭാര്യയല്ല, അതിന് മുമ്പുള്ള ഭർത്താവല്ല. അതിൽ സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് ഭാര്യ മാറി, ഭർത്താവ് മാറി. ഭയങ്കര മാറ്റം അത്. എന്തിനോ ഒരു മുൻകൂർ ജാമ്യമാണ് ഇപ്പോൾ. അതൊരു മുൻകൂർ ജാമ്യമാണ്. അത് ഞാൻ മുമ്പ് ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലഹാരം കൊടുത്തപ്പോൾ ആയിഷ ബീവി തട്ടി. അപ്പോൾ അത് നിലത്ത് വീണ് ഉടഞ്ഞ് നബി ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് അതെല്ലാം എടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു, അത് ഇപ്പുറത്തുള്ള നബിയായ പാത്രം പോരാ, അപ്പുറത്തുള്ള ആയിഷ ബീവി കൂടി ആകണോ, ഇല്ലെങ്കിൽ പാത്രം കുരിഞ്ഞെടുക്കുമ്പോൾ ഓള് തലേ കയറും. എന്നിട്ട് പറയും, ആ പൊട്ടിന് ഞാടയുടെ എടുത്തിട്ടോ, മരയ്ക്ക് വേറെ കൊണ്ടിട്ടോ എന്ന് പറയുമോ. മനസ്സിലായോ? ആയിഷ ബീവി ആയതുകൊണ്ട് എന്ത് വന്നു, അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രണ്ടാക്കും വിവരം വേണോ അത്. ശരി. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യസാക്ഷ്യം നിർവഹിക്കുക. നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ന്യായമേ അല്ല. നമ്മൾ നമ്മളായിട്ട് പെരുമാറുക. ഇസ്രായേലികൾ ഫലസ്തീനികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് തോന്നിയാസം കാണിക്കുന്നു. പക്ഷേ ജൂതന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഹമാസ് വളരെ മനോഹരമായിട്ട് സൽക്കരിക്കുന്നു. അവർ പിരിഞ്ഞു പോകുമ്പം പറയുന്നു, യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കൂടാൻ വരുന്നു. ഒരു ജൂത സ്ത്രീ പത്രക്കാരോട് പറയാണ്, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമൊക്കെ ആയി കഴിഞ്ഞാലേ ഞങ്ങൾ ഗസയിൽ താമസിക്കാൻ വരുന്നു, വിരുന്ന് പാർക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് പൂതിയുണ്ട് എന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവർക്ക് വേണമെങ്കിൽ പിടിച്ചു വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, ടോർച്ചർ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആളുകളെ അവിടെ പിടിച്ചു വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യുന്നതല്ല ഞങ്ങൾ ചെയ്യുക. കാരണം അവരല്ല ഞങ്ങളുടെ പ്രവർത്തനത്തെ തീരുമാനിക്കുന്നത്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. തിന്മകളോട് നന്മയിലാണ് നമ്മുടെ പ്രതികരണം. അപ്പം ഇങ്ങോട്ട് പിണങ്ങുന്നവരുണ്ടാവും, അങ്ങോട്ട് പിണങ്ങൂല. ഇങ്ങോട്ട് ചൂടാകുന്നവരുണ്ടാവും, അങ്ങോട്ട് ചൂടാവൂല. അതാണ്. അപ്പം ഇങ്ങോട്ട് എങ്ങനെയെന്ന് നോക്കിയിട്ടല്ല അങ്ങോട്ട് പെരുമാറും. ഇതാണ് ഷഹാദത്ത്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചവർ, ശകാരിച്ചവർ, വഴിയിൽ മുള്ളെറിഞ്ഞവർ, വലിയ ഗുരുതരമായ രീതിയിൽ കൈകാര്യം ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് റസൂലുള്ളാഹിന്റെ പ്രതികാരം എന്താണ്? അൻസുമത്തുലഖാ, നിങ്ങളെല്ലാവരും പോയിക്കോളൂ. അധികാരം കിട്ടിയപ്പോൾ റസൂൽ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഇന്ന് മോചിതരാണ്, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാരവും ഇല്ല. റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ പിടിച്ച് കുനിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യാനും, ഓരോരുത്തരെ ഇയ്യലടാ അന്ന് ഇന്നങ്ങനെ വിളിച്ച് കൊട്ടുക്ക്, മറ്റോ ഇജ്ജലട അങ്ങനെ ചെയ്ത്, ആരാണ്? എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. റസൂൽ ഒന്ന് കൈ കാണിച്ചാൽ മതി, കൈകാരിച്ച്. പക്ഷേ അങ്ങനല്ല. അൻസുമത്തുലഖാ, നിങ്ങൾ പോയിക്കോളി, നിങ്ങളെല്ലാവരും വെറുതെ വിട്ട ദിവസമാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നൽകുന്ന ചില പാഠമുണ്ട്. അപ്പോൾ നമ്മളോട് ഇടപാട് നടത്തുന്ന ഒരാൾക്ക് ഇസ്ലാം തിരിയണം, നമ്മളോട് ഇടപഴകുന്നവർക്ക് ഇസ്ലാം തിരിയണം, നമ്മളോട് സംസാരിക്കുന്നവർക്ക് ഇസ്ലാം എന്താണെന്ന് തിരിയണം. അതാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മേൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഷഹാദത്ത് നമ്മൾ ജനങ്ങളുടെ മേൽ കാണിച്ചു കൊടുക്കണം. മാലിക് ദിനാർ കൂട്ടരുന്ന് കേട്ടില്ല നിങ്ങൾ? എവിടെയുള്ള മാലിക് ദിനാർ എന്ന് പറഞ്ഞ ആള്? കിരാലൂരാ. നമ്മളെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി വന്നില്ലേ? ഇല്ലേ? വന്നേക്കൂലേ? അങ്ങനെ വന്നു നോക്കാം. കൊടുങ്ങല്ലൂർ വന്നില്ലേ? കൊടുങ്ങല്ലൂർ വന്നപ്പോൾ അവർക്ക് മലയാളം അറിയോ? ആർക്ക്? വന്നവർക്ക് അറിയില്ല. ഇവർക്ക് അറബി അറിയില്ല. അവർക്കറിയണ ഭാഷ ഇവർക്കറിയില്ല, ഇവർക്കറിയണ ഭാഷ അവർക്കും അറിയില്ല. പക്ഷെ എന്നിട്ടും ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. എന്തുകൊണ്ടാണ്? വലിയ വലിയ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടല്ല, ദീർഘ നേരത്തെ വയല് പ്രഭാഷണ പരമ്പര കൊണ്ടല്ല. എന്താണ്? അവരുടെ ഇടയിൽ അങ്ങോട്ട് ജീവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് വേണ്ടിയത്. അങ്ങനെയാണ് ജീവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണ് വേണ്ടിയത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്നേ ഇപ്പം നമുക്ക് പറഞ്ഞുവിടും. അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ പുതിയ കാലത്തുണ്ട്. അത് പണ്ട് മാത്രമല്ല. ശരിക്കും ഗാന്ധിജി അത് പറഞ്ഞു നല്ലത്. ശരിക്കും നമ്മളാണ് അത് കൂടുതൽ ശക്തിയിൽ പറയേണ്ടത്. നിങ്ങൾ എൻ്റെ ജീവിതത്തിനെ നോക്കണ്ട കേട്ടോ, കിതാബ് ഇതാ. നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്, ദഅവത്ത് നടത്തുകയാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ്. ആ നോട്ടീസിൽ ഇസ്ലാം, ശാന്തി, നിർഭയത്വം, സമാധാനം, നീതി എന്നൊക്കെ ഇങ്ങനെ കാണും. നമ്മളങ്ങനെ നോക്കൂ. അയ്യോ, അപ്പോ ഈ നോട്ടീസിന് എന്ത് വില? പിന്നെ എന്താ വില? നടച്ചേക്കൂ. ഓല് നമ്മളെ നോക്കുമ്പോൾ ഓൽക്ക് തിരിയണ്ടേ? ഇവിടെ സ്നേഹമാണ്, ശാന്തിയാണ്, സമാധാനമാണ്. ഇവിടെ നമ്മൾ സ്വകാര്യ ജീവിതത്തിലും അതെ, പരസ്യ ജീവിതത്തിലും അതെ, നമ്മളൊക്കെ നടത്തുന്ന സമ്മേളനങ്ങളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ തല്ലാണ്. ഇത് കണ്ടിട്ട് ആരെ ഇസ്ലാമിലേക്ക് വരുമോ? എല്ലാവരും അടിക്കുക, തോൽപ്പിക്കുക, കൈകാര്യം ചെയ്ത അടിച്ചമർത്ത്. നമ്മൾ വയലിൻ്റെ അനൗൺസ്മെൻറ്റിൽ തന്നെ പറയുന്നത് അറിയോ? കേരളക്കരയിലെ ഗർജിക്കുന്ന സിംഹം, പ്രഭാഷണകരയിലെ മുടിചൂടാമൻ. എന്താ ആരെ തോൽപ്പിക്കാനും വരുന്നത്? ഇതാ എന്താ ഇവിടെ നടക്കാൻ പോണത്? ഇവിടെ മര്യാദയ്ക്ക് മനുഷ്യന്മാരെ നന്നായിക്കൊള്ളി വരെയുള്ള വയല അതിൻ്റെ അനൗൺസ്മെൻറ്റിനെ കോരാപ്പത്. അപ്പോൾ അകലാണെങ്കിൽ ഷഹാദത്ത് ഉണ്ടാവില്ല. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം കൊണ്ട് മറ്റവർക്ക് എന്താവണം? മനസ്സിലാവും. അതിന് നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത അയൽവാസികളെ നോക്കിക്കോളി, അതിൻ്റെ തൊട്ട് ഇങ്ങനെ കൂടിക്കോളി. ഇങ്ങനെ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിത പരിസരത്തിന് ഇങ്ങനെ വട്ടം വരച്ച് ഇങ്ങനെ ആ വട്ടം ഇങ്ങനെ വലുതാക്കിയാൽ മതി. ആ വട്ടം നമ്മൾ ആദ്യം തന്നെ പോയി അപ്പുറത്ത് നിന്നിട്ട് വട്ടം വരയ്ക്കാൻ നോക്കുകയാണ്. നമ്മൾ അയലക്കത്തു നിന്ന് വരയ്ക്കാൻ നമുക്ക് ധൈര്യമില്ല, അത് പറ്റൂല. ഓൽക്കറിയാലോ നമ്മളെന്താന്ന്, ദൂരത്തുള്ളത് നമ്മളെ തിരിവില്ലല്ലോ. അപ്പോൾ അത് പറ്റൂല. കൂടെ നമ്മളെ പറ്റി ഒരാൾക്ക് മോശാഭിപ്രായം ഉണ്ടാവാം. ഏതുവരെ? നമ്മളോട് അടുക്കുന്നത് വരെ മോശാഭിപ്രായം ഉണ്ടാവാം. അല്ലാതെ തമ്മിൽ നോക്കരുത് ആരെ പറ്റിയാണ്. നിങ്ങളെ പറ്റിയൊന്നല്ലേ, ഇവിടെ ഉള്ള ആരെ പറ്റും ഞാൻ ഒന്നും പറഞ്ഞില്ല. നമ്മളെ പറ്റി ആളുകൾക്ക് മോശാഭിപ്രായം ഉണ്ടാകാം. ഏതുവരെ? നമ്മളുമായി പെരുമാറുന്നത് വരെ. കാരണം പല സ്ഥലത്തുനിന്ന് കേട്ട തെറ്റിദ്ധാരണയും പല സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളോടൊരാൾ അടുത്തിടപഴകിയാൽ, ഒരാൾ ഇടപാട് നടത്തിയാൽ, നമ്മളോട് അടുത്താൽ അയാൾ അഭിപ്രായം എന്തെന്നുള്ളതാണ്. അതാണ്. അപ്പോൾ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം ദൂരത്തുനിന്ന് കേൾക്കുകയും അടുത്തിടപഴകുമ്പോൾ മോശമാവുകയും ചെയ്യരുത്. തിരിച്ചാവാം. നമ്മളെപ്പറ്റി അറിഞ്ഞുകൂടാത്തവൻ എന്തോ പറഞ്ഞു കേട്ട് ചിലപ്പോൾ നമ്മളെപ്പറ്റി മോശം അഭിപ്രായമൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളോട് അടുത്തിടപഴകിയാൽ എന്താവണം? നല്ലത് തീരണം. ഇങ്ങനെയാണ്. അപ്പോൾ ലിതകൂനു ശുഹദാ അലന്നാസ്,
വയകൂന റസൂലു അലൈക്കും ഷഹീദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നിങ്ങൾക്ക് സാക്ഷിയായത് അതുപോലെ നിങ്ങൾ ജനങ്ങൾക്കും സാക്ഷിയാകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനാണ് നിങ്ങളെ മധ്യമ സമൂഹമാക്കിയിട്ടുള്ളത്. ഇനി പറയാണ് വമാ ജഅൽനൽ ഖിബ്ലത്തല്ലത്തി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിപ്പോൾ തിരിഞ്ഞു നിന്ന ഖിബ്ലയെ, ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിന്ന ഖിബ്ലയെ നിങ്ങൾക്ക് ഖിബ്ലയായി നിശ്ചയിച്ചു തന്നിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ ആരാണോ നിങ്ങളെ പിൻപറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അതിൻ്റെ അകത്ത് അടങ്ങിയ വേറെ ഒരു പാടുണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ തിരിഞ്ഞു നിന്നിരുന്ന എന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് തിരിയുന്നതിന് മുന്നേ നിങ്ങൾ തിരിഞ്ഞു നിന്നിരുന്നത് എങ്ങോട്ടാണ്? ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. ആ ഖിബ്ലയെ നാം നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി അല്ലാതെ ആക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കണം എന്നത് ആരുടെ തീരുമാനമായിരുന്നു? അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നാം ആക്കി എന്ന് പറഞ്ഞത്. പക്ഷെ ഖുർആനിൽ എവിടെ പരിശോധിച്ചാലും നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിനെ ഖിബ്ലയായിക്കോളി എന്നുള്ള കൽപ്പന അതിൽ കാണാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിലുള്ള വാക്കുകൾക്ക് പുറമെയും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയമങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ബൈത്തുൽ മഖ്ദിസിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിന്നതിനെ അള്ളാഹു ആണ് പറഞ്ഞതെന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത കൽപ്പനകളും റസൂലിന് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് നിസ്കാരമൊക്കെ. കൈഫിയത്തു സലാ, എത്ര വക്താണ്? ഖുർആനിലുണ്ട് 5 വക്ത് നോക്കും. ഖുർആനിൽ എന്തിനാ മക്കളെ 5 വക്ത്? കാരണം അത് റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആനിലുണ്ടോ റുക്കൂ, ഖുർആനിലുണ്ടോ സുജൂദ്? റുക്കൂ വസ്ജുദും ഉണ്ട്. പക്ഷെ അത് ഒന്നാണ് ചെയ്യേണ്ടത്, മറ്റേ 2 എണ്ണം ആരാ പറഞ്ഞ്? അല്ലേ? ളുഹർ 4 റക്അത്ത് ഖുർആനിലുണ്ടോ? ഖുർആനിൽ എന്തിനാ? ഖുർആൻ പഠിപ്പിച്ചു തരാമെന്ന് റസൂലാണ് പഠിപ്പിച്ചു തന്നത്. കാരണം അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുത്ത മുഴുവൻ വിവരങ്ങളും കൂടി പെറുക്കി കൂട്ടി അടുക്കി വെച്ചിട്ട് ഖുർആനിന് പേരിട്ടതല്ല, ഖുർആനായിട്ട് ഇറക്കിയതാണ്. ഖുർആനിലുണ്ടാവൂ ഖുർആനിൻ്റെ വിശദീകരണങ്ങളും അതിനോടനുബന്ധമായ കാര്യങ്ങളും അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വേറെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ഖുർആൻ മതി, ഹദീസ് വേണ്ട പറഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആനും കിട്ടൂല, ഹദീസും കിട്ടൂല. അപ്പം ഹദീസ് നിർബന്ധമായും പിൻപറ്റണം. എന്തുകൊണ്ടാണ്? ഖുർആനിൻ്റെ വിശദീകരണം അതിലേ ഉണ്ടാവും. ഈ പാഠം കൂടി ഈ ആയത്തിനിടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾ ആക്കിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ നിന്ന് വംശീയ ബോധത്തിൻ്റെ, ദേശീയ വികാരത്തിൻ്റെ, ഞങ്ങളുടെ കഅബ, ഞങ്ങളുടെ ബൈത്തുൽ മുഖദ്ദിസ് എന്നൊക്കെ പറയുന്ന വികാരത്തിൽ നിങ്ങൾ ഇതിൽ കൂടണ്ട. അങ്ങനത്തെ ഒരു വികാരത്തിന് ഇതിൽ സ്ഥാനമില്ല. മക്കക്കാരായ ആളുകളെ ഞങ്ങളുടെ കഅബ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിൽക്കണ്ട. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടി ബൈത്തുൽ മുഖദ്ദിസ്. ഇനി നിങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഞങ്ങൾ വമ്പന്മാരാണ്, ഞങ്ങൾ തിരിഞ്ഞു കൊടുത്ത് നിങ്ങൾ തിരിഞ്ഞാൽ അതും ഇതിൽ വേണ്ട, ഇങ്ങോട്ട് തന്നെ മാറ്റി. ഇത് അള്ളാഹ് എങ്ങോട്ട് തിരിയാൻ പറഞ്ഞാലും തിരിയുന്ന കൂട്ടരെയാണ് വേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊന്നും അങ്ങനെ അംഗീകരിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങോട്ടും നിൽക്കാൻ പറ്റൂല. ആർക്കും നിൽക്കാൻ പറ്റൂല? അള്ളാന്റെ ഹിദായത്ത് കിട്ടാത്തവർക്ക് അത് കഴിയൂല. ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്. മനസ്സിലായോ? അള്ളാന്റെ ഹിദായത്ത് കിട്ടിയാൽ കൽപ്പന വന്നാൽ അങ്ങോട്ടും തിരിയും. മറ്റേത് കൽപ്പന വന്നാലും പിന്നെയും നിൽക്കൂ. നമ്മൾ ഇന്നലെ വരെ ഇങ്ങോട്ടായില്ലോ, ഇന്നലെ വരെ ഞങ്ങൾ അങ്ങനെ ആയില്ലോ, ഇന്നലെ വരെ നിങ്ങൾ ചെയ്തൊരു കാര്യം തെറ്റാന്ന് തോന്നിയാൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാവുന്ന നിമിഷം മാറാൻ പറ്റും ഹിദായത്തുണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ ഇപ്പോൾ ഇവിടെ ഇപ്പം ഇത്രയും കാലം ഇങ്ങനെ പിന്നെ അങ്ങനെ പോയിക്കോട്ടെ, അത് വലിയ ഭാരമായിരിക്കും. നമ്മളെ ഇടപാടിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പലത് കേട്ടോ, നിങ്ങൾ നോക്കിക്കോളി. അപ്പോൾ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? അപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കുക, അല്ലാന്ന് ഇപ്പം കിബില മാറ്റി, അപ്പം ഇതുവരെ കരിച്ചല്ലോ, ഇതുവരെ കഅബൻ്റെ അടുത്ത് തിരിഞ്ഞ് നിസ്കരിച്ചല്ലോ കുറേ ആൾക്കാർ, എന്നിട്ട് പോലും മരിച്ചുപോയി. ചില ആൾക്കാരങ്ങനെ മരിച്ചുപോയി. ഇപ്പം ഇനി വന്നിട്ട് കിബില മാറ്റിയാൽ അപ്പം ഇതുവരെ അങ്ങനെ നിസ്കരിച്ച് മരിച്ചു പോയാലെ കഥ എന്താണ്? വമാകാന അല്ലാഹു തആല അല്ല ലിയുദിയ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്നവനല്ല. അപ്പം കിബില മാറ്റിയ ഈ ഉത്തരവ് വരുന്നതിന് മുമ്പ് കഅബയിലേക്കല്ലല്ലോ തിരിഞ്ഞ് നിസ്കരിച്ചത്, ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട്. അവരുടെ ഈമാനിനെ അള്ളാഹു നഷ്ടപ്പെടുത്തൂല. കാരണം അവരന്ന് തിരിഞ്ഞു നിന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്.
ഇപ്പം ഇവർ ഇങ്ങോട്ട് തിരിഞ്ഞിക്കണം എന്തിനാണ്? അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു ആരുടെയും അമലുകളെ ഈമാനിനെ നഷ്ടപ്പെടുത്തൂല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. തീർച്ചയായും അള്ളാഹു ജനങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ്, അതുപോലെ തന്നെ ഏറെ കൃപയുള്ളവനാണ്. പടച്ചോനെ അള്ളാഹിൻ്റെ കൽപ്പന, അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് തെറ്റിപ്പോയാൽ എന്തെങ്കിലും, അപ്പോൾ അത് ഇതിൽ നിന്ന് വേറൊരു സാധനം കൂടി പറയുന്നുണ്ട്. നിങ്ങളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിബില ഇങ്ങോട്ടയക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിസ്കരിച്ചു. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അങ്ങോട്ടല്ലായിരുന്നു. അപ്പം നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണ്ട, ആ വക്ത് കഴിഞ്ഞു. അപ്പം എന്താണ്? അള്ളാഹു തആല നിങ്ങളെ ഈമാനിനെ നഷ്ടപ്പെടുത്തൂല, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അതിനോട് ഉണ്ടാവില്ല. അത് പിന്നെ അത് കഴിഞ്ഞു, അത് അള്ളാഹു സ്വീകരിക്കും എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങോട്ട് തിരിയാൻ പറഞ്ഞാലും തിരിയാം. അപ്പം ഇന്നലെ ഉള്ളവരൊക്കെ തോറ്റുപോയില്ലേ എന്നൊന്നും ചോദിക്കരുത്. ഇന്നലെ ഉള്ളവനും ജയിക്കും, ഇന്നുള്ളവനും ജയിക്കും, നാളെ ഉള്ളവനും ജയിക്കും. മനസ്സിലായോ? അള്ളാഹുവിനോടുള്ള തൃപ്തി കൊണ്ട് അവനെ ലക്ഷ്യം വെച്ച് അവനിലാണ് നമ്മുടെ ഖിബ്ലയെങ്കിൽ നമ്മളെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മളിനി അടുത്ത ആഴ്ച ഇൻഷാ അള്ളാഹ് 144-ാമത്തെ ആയത്ത് മുതലാണ് പഠിക്കുക. അപ്പോൾ ഈ 2 ആയത്തുകൾ ഇപ്രാവശ്യം എല്ലാവരും ഒന്നുകൂടി നോക്കണം. നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും തഫ്സീർ ഉണ്ടെങ്കിൽ തഫീമുൽ ഖുർആനോ അമാനി മൗലവിൻ്റെ പരിഭാഷയോ ഖുർആൻ ബോധനോ ഖുർആൻ്റെ തണലിലോ ഏതാണോ നിങ്ങളെ കയ്യിലുള്ള അത്, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഈ പഠിക്കുന്നത് ഒന്നും കൂടി വായിച്ച് നോക്കിയാൽ കുറച്ചുകൂടി ഉപകാരം കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.